സ്വപ്നം ചെയ്യാം. പട്ടണത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെയുള്ള പല ഭാഷമാരെ ഭാഷ മോഹൻസി ഭാഷ പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. IPC കർണാടക റീജിയൻ്റെ 400 സഭകളുടെയും പ്രസിഡന്റ് ഭാഷ സാം ജോർജിൻ്റെയും ആശംസകൾ ഇവരെ അറിയിക്കുന്നു. കർണാടകയിൽ ഒരു വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 400 സഭകളോളമായി 100 കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷമാദ്യം എൻ്റെ സെൻറ്ററിൽ ഒരു ഉപവാസപ്രാർത്ഥന നടത്തിയപ്പോൾ 51 പേരാണ് അഭിഷേകം പ്രാപിച്ചത്. അങ്ങനെ അനേക ദൈവപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകളെ ഇവിടെ വിവാഹം കഴിച്ച് അയച്ചതിനോടുള്ള ബന്ധത്തിൽ ഫെബ്രുവരിയിലെ പ്രിയ പാപ്പച്ചായൻ്റെ ലൈലാൻഡിയുടെ മകൻ എമിയാണ് വിവാഹം കഴിച്ചത്. മോളെ കാണുവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഡാളസിൽ കഴിഞ്ഞ മാസം എൻ്റെ പിതാവ് 85-ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിൽ വിളിച്ച് ചേർക്കപ്പെട്ടതിനോടുള്ള ബന്ധത്തിലാണ് ഇപ്രാവശ്യം കടന്നു വന്നത്. കർത്താവിനെ വിളിച്ചാൽ ശനിയാഴ്ച രാവിലെ മടങ്ങിപ്പോകും. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പ്രകാരം ഒരു വചനമുണ്ട്. കർത്താവിന് മഹത്വം. അബ്രഹാമിന്റെ തലമുറകൾ അന്യദേശത്ത് 400 വർഷം പ്രവാസികളായിരുന്ന അവരെ സ്നേഹിക്കും. അവർ ആ ദേശക്കാർ അവരെ പീഡിപ്പിക്കും. എന്നാൽ 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങിയിരുന്നത്. യാഗം കഴിച്ച അബ്രഹാമിന്റെ ഒരു വാഗ്ദത്തം നൽകുക. വേദപുസ്തകത്തിൽ 8100 വാഗ്ദത്തങ്ങൾ. പൗലോസ് പറയുന്നു, അത് എത്രയുണ്ടെങ്കിലും എല്ലാം ഉപരിയുന്ന വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലുതോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ മടങ്ങി കർത്താവ് ഇറങ്ങിയ ഒരു സ്വതന്ത്രം പറയാൻ കർത്താവ് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണെന്ന് 4ാം തലമുറക്കാരുടെ അബ്രഹാം പോയ സ്ഥലങ്ങളിലെല്ലാം യാഗം കഴിക്കുന്നതിനായി അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് യാഗത്തിന്റെ പുക ഉയരുമായി. എന്നാൽ ലോത്ത് താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരിക്കൽ പോലും യാഗത്തിന്റെ പുക ഉയർന്നില്ല. അവിടുന്ന് ഒരു കൂട്ട നിലവിളി ഉയർന്നപ്പോൾ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് യാഗത്തിന്റെ പുക ഉയർന്നു. ദൈവത്തിലെ പുതിയ നിയമത്തിൽ 5 പ്രധാന യാഗങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന യാഗം സ്തോത്രയാഗമാണ്. നിന്നിൽ നിന്ന് അവ ആരാധനയുടെ പുക ഉയരാമെങ്കിൽ അവ പല നിലവിളികളെ കർത്താവ് ഒഴിവാക്കി തരുകർത്താവ്. യാഗത്തിന്റെ പുക ഉയരാഞ്ഞ അവ സ്ഥലത്ത് നിന്ന് നിലവിളി ഉയർന്നപ്പോൾ യാഗത്തിന്റെ പുക ഉയർന്ന അബ്രഹാം താമസിച്ച സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടു കർത്താവ്. ലോത്തിന് പോലും വേണ്ടാത്ത സ്ഥലമായിരുന്നു അബ്രഹാമിന് ദൈവം കൊടുത്തത്. അത് വരണ്ട സ്ഥലമായിരുന്നു. അവൻ നെടുകയും കുറുകയും നടന്ന് കിണറുകളെ കുഴിച്ച് യഹോവയ്ക്ക് യാഗം കഴിച്ചപ്പോൾ 500 വർഷം കഴിഞ്ഞപ്പോൾ ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമായെങ്കിൽ ഇന്ന് വരണ്ടതാണെങ്കിലും ആരാധനയിൽ മുൻപന്തിയിൽ വരാമെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഇറങ്ങിയപ്പോൾ യാക്കോബിന്റെ മക്കളിൽ 1ാമൻ രൂബേനായിരുന്നു. എന്നാൽ 3ാം മാസം സീനായി മലയുടെ അടിവാരത്ത് ജനം പാളയമടിച്ച് കിടന്നപ്പോൾ മോശയ്ക്ക് പ്രമാണം കൊടുത്തപ്പോൾ കർത്താവ് ഇങ്ങനെ ഏൽപ്പിച്ചു, ഇനി മുതൽ യഹൂദ മുമ്പിൽ പുറപ്പെടട്ടെ. രൂബേനായിരുന്നു അതുവരെ 1ാമൻ. എന്നാൽ 3ാം മാസത്തിൽ 4ാമനായ യഹൂദ എങ്ങനെ മുൻപന്തിയിൽ ചോദിച്ചാൽ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം ആ സ്തുതിക്കുന്നവൻ എന്നാണെങ്കിൽ സ്തുതിക്കുന്നവൻ എത്ര പുറകിലാണെങ്കിലും പിന്നത്തെ മുൻപന്തിയിൽ വരുന്നതാണ്. അന്നുണ്ടായിരുന്ന വരണ്ട സ്ഥലം മിസ്രയീമായിരുന്നു ഏറ്റവും മനോഹരമായ സ്ഥലം. എന്നാൽ 500 വർഷം കഴിഞ്ഞപ്പോൾ മിസ്രയീമിന് മുമ്പിൽ പാലും തേനും ഒഴുകുന്ന ദേശമായി അത് മാറിയെങ്കിൽ ഒരിക്കൽ കൂടെ പറയട്ടെ, അവൻ 2ാമനായിരുന്നുവെങ്കിലും അവൻ ആരാധനയിൽ അവൻ മുൻപന്തിയിലായതുകൊണ്ട് പിന്നത്തെ അവൻ 1ാമനായി മാറി. ദാവീദിന്റെ അതിശായിക്ക് മക്കളിൽ 8ാമനായിരുന്നു ദാവീദ്. അവൻ നൃത്തം ചെയ്തതിനാൽ പിന്നത്തെ അവൻ 1ാമനായെങ്കിൽ ആരാധനയിൽ മുൻപന്തിയിലാണെങ്കിൽ കർത്താവിന്റെ തലകൾ ഉയർത്തേണ്ടതാണ്. ഏറ്റവും പുറകിലായിരുന്ന വ്യക്തി. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ആരാധനയിൽ മുമ്പിലാണെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ അങ്ങനെ 400 വർഷങ്ങൾ കഴിഞ്ഞു. 400 വർഷം കഴിഞ്ഞു. എല്ലാവരും ആ പ്രവചനം മറന്നു. എന്നാൽ പിശാച് ശ്രദ്ധിച്ചു കേട്ടു. 4ാം തലമുറക്കാർ പുറപ്പെടാനുള്ള സമയമായപ്പോൾ വലിയ പ്രതികൂലങ്ങളാണ് ഫറവോനെ കരങ്ങളിലെടുത്തുകൊണ്ടുണ്ടാക്കി.
കർത്താവിന് മുഖത്വം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവം. പറഞ്ഞു, 4-ാം തലമുറയിലെ രക്ഷകനെ ഞാൻ വെള്ളത്തിൽ മുക്കും. എന്റെ ദൈവം പറഞ്ഞു, നിന്റെ ദാസനായ പരമന കൊട്ടാരത്തിൽ ഞാൻ അവരെ വളർത്തും. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ 10-25 ലക്ഷം ജനങ്ങൾ മുൻപാ ദൈവശബ്ദം കേട്ട് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. മുമ്പിൽ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവർ മുമ്പിൽ ചെങ്കടൽ, പുറകിൽ പറവോൽ സൈന്യവും, ഇടവും വലവും പർവ്വതങ്ങൾ, അവ എല്ലാ വഴികളും അടഞ്ഞു. സകല വഴികളും അടയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, മുകളിലോട്ടുള്ള വഴി അടഞ്ഞിട്ടില്ല. അത് പ്രാർത്ഥന ഉയരുന്ന വഴിയാണ്, അത് കൂരലിറങ്ങുന്ന വഴിയാണ്. മോശയുടെ കടലിൽ എത്തിയപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായി. ആമേൻ. ചെങ്കടൽ പിളർന്നു, ഒരു വലിയ വഴി തുറന്നു, ഒരു വലിയ ആരാധന വെളിപ്പെട്ടു. 215 വർഷത്തെ ബന്ധനം അഴിഞ്ഞു. അങ്ങനെ കടന്ന ജനങ്ങൾ അവൻ ഗിലിയാദിന്റെ നേതൃത്വത്തിൽ 90 ചില്ലുവാനം വയസ്സുള്ള ഗിലിയാദിന്റെ നേതൃത്വത്തിൽ ക്ഷീണം മറന്ന്, പ്രായം മറന്ന്, നാത്തൂന്റെ നിറം മറന്ന് അവർ നൃത്തം ചെയ്ത് ഒരു വലിയ ആരാധന വെളിപ്പെട്ട് സൈന്യവും ചെങ്കടലിൽ മുങ്ങിയതുകൊണ്ട് മാത്രമല്ല, 10, 80, 90 വർഷങ്ങൾക്ക് മുമ്പ് അവ എന്തു ഭവിക്കും എന്ന് അവർ ചിന്തിച്ച് ഭാരപ്പെട്ട മോശയുടെ ശുശ്രൂഷയിൽ ചെങ്കടൽ പിളർന്നുകൊണ്ടുകൂടിയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. മാത്രമല്ല, അവ എന്തു ഭവിക്കും എന്ന് കാണുവാൻ ദൂരത്തിൽ നിന്ന് ഹൃദയവെടിപ്പോടെ നിന്ന ആ സന്ദർഭം കൂടെ ഓർത്തപ്പോൾ നൃത്തം ചെയ്യുകയാണ്. ഇന്ന് സ്വന്തം തലമുറകൾക്ക് എന്താകും, എന്ത് ഭവിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഒന്നും സംഭവിക്കത്തില്ല. കണ്ടതിലേക്കും ഏറ്റവും വലിയ പുറപ്പാടാണ് ഇസ്രായേലിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെട്ടെങ്കിൽ ഇനി ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ പുറപ്പാട് കാണാൻ പോവുകയാണ്. അത് ഈ ലോകമാണ്. അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല, ഓ അറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതിമുഖമായി നോക്കി പാർക്കുന്നു. ഓ അനുനിമിഷവും അതിമുഖമായി നോക്കി പാർക്കുന്നു. ഓ തീർമാനാളേ കർത്താവിനെ സേവിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുന്നു.